ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിന്റെ 1-ാം പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യം. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ 5 ഇത് കണ്ട ശേഷം അന്ന് തന്നെ എക്രോനിലേക്ക് മടങ്ങിപ്പോയി. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ 5 പേർ എന്ത് കണ്ടിട്ടാണ് അന്ന് തന്നെ അവരുടെ പട്ടണമായ എക്രോനിലേക്ക് മടങ്ങിപ്പോയത്? നാം വിശദമായി ഓർത്ത വിഷയമാണ്. ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ഇസ്രായേലിൻ്റെ പാപനിമിത്തം ശത്രുക്കളായ ഫിലിസ്ത്യരുടെ കരങ്ങളിലേക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. തൻ്റെ ജനത്തിൻ്റെ മധ്യേ ഇരിക്കേണ്ടുന്ന യഹോവയുടെ നിയമപ്പെട്ടകം ശത്രുക്കളുടെ കരങ്ങളിലേക്ക് ചെന്നപ്പോൾ അത് ഫെലിസ്ത്യ പട്ടണങ്ങളിൽ ഉണ്ടാക്കിയ ന്യായവിധി വളരെ വലുതായിരുന്നു. എന്നാൽ അവർക്കറിയാവുന്ന തരത്തിൽ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് ഫെലിസ്ത്യ പ്രഭുക്കന്മാർ നിർദ്ദേശിച്ചതിനനുസരിച്ച് അവരുടെ പുരോഹിതന്മാരുടെയും പ്രശ്നക്കാരുടെയും ആലോചനയനുസരിച്ച് അവർക്കറിയാവുന്നതുപോലെ അവർ യഹോവയുടെ നിയമപ്പെട്ടകം കറവുള്ള 2 പശുക്കളുടെ വണ്ടിയിൽ വെച്ച് ഇസ്രായേലിലേക്ക് അയക്കുന്ന ചരിത്രമാണ് നാം കണ്ടത്. അങ്ങനെ പശുക്കൾ 2 ഈ യഹോവയുടെ നിയമപ്പെട്ടകം വഹിക്കുന്ന വണ്ടിയുമായി ഇസ്രായേലിലേക്ക് പോകുന്നതിന് കണ്ട ശേഷം അവർ എക്രോനിലേക്ക് അവരുടെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ചരിത്രമാണ് നാം ഓർത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ശ്രദ്ധിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. ശമൂവേൽ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 66-ാമത്തെ എപ്പിസോഡിലേക്ക് അങ്ങയ്ക്ക് ഹാർദമായ സ്വാഗതം. വീണ്ടും ശമൂവേൽ 1-ാം പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വായിച്ചു കേൾപ്പിക്കട്ടെ. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ 5 പേരും ഇത് കണ്ട ശേഷം അന്ന് തന്നെ എക്രോനിലേക്ക് മടങ്ങിപ്പോയി. നാം ഓർത്തതുപോലെ കറവുള്ള 2 പശുക്കൾ വലിക്കുന്ന വണ്ടി യഹോവയുടെ നിയമപ്പെട്ടകവുമായി ഇസ്രായേലിലേക്ക് പോകുമ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാരുടെ ആശ്വാസം ശ്രദ്ധിക്കുന്നവർക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, അവർ ഒരു ദീർഘശ്വാസം വിട്ടിട്ടുണ്ടാകും. കാരണം ന്യായവിധി അവരുടെ പട്ടണങ്ങളെ വിട്ടൊഴിയുന്നു എന്നുള്ള ചിന്ത അവർക്ക് കൊടുക്കുന്ന ആശ്വാസം തെല്ലൊന്നുമല്ല. ഇതിന് സമാനമായ ചരിത്രം ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് വിട്ടയക്കുമ്പോൾ ഫറവോനും അവൻ്റെ രാജ്യത്തെ ജനങ്ങളും ചെയ്യുന്നതായിട്ട് പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ വിഷയം കാണുവാൻ കഴിയുന്നുണ്ട്. നോക്കുക. അപ്പോൾ ഫറവോൻ മോശയെയും അഹ്റോനെയും രാത്രിയിൽ വിളിപ്പിച്ചു. നിങ്ങൾ ഇസ്രായേൽ മക്കളുമായി എഴുന്നേറ്റ് എൻ്റെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ പോയി യഹോവയെ ആരാധിപ്പീൻ. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോയിക്കൊള്ളുവീൻ, എന്നെയും അനുഗ്രഹിപ്പീൻ എന്ന് പറഞ്ഞു. മിസ്രയീമ്യർ ജനത്തെ നിർബന്ധിച്ച് വേഗത്തിൽ ദേശത്ത് നിന്ന് അയച്ചു. ഞങ്ങൾ എല്ലാവരും മരിച്ചു പോകുന്നു എന്ന് അവർ പറഞ്ഞു. ശ്രദ്ധിക്കുക, മിസ്രയീമ്യർ ജനത്തെ നിർബന്ധിച്ച് വേഗത്തിൽ ദേശത്ത് നിന്ന് അയച്ചു. അപ്പോൾ മിസ്രയീമിന് ഒരാശ്വാസം വന്നിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ അവരുടെ അടിമകളായിരുന്ന ഇസ്രായേൽ ജനത്തെ പലതവണ വിട്ടയക്കുവാൻ ദൈവം കൽപ്പിച്ചിട്ടും ഒടുവിലത്തെ ബാധയുടെ സമയത്താണ്, അവരുടെ കടിഞ്ഞൂൽ സംഹാര സമയത്താണ് അവർ ഇസ്രായേലിനെ വിട്ടയക്കുവാൻ തയ്യാറാകുന്നത്. അവർ വേഗത്തിൽ നിർബന്ധിച്ച് അടിമത്വത്തിൽ നിന്ന് ഇസ്രായേലിനെ പറഞ്ഞു വിട്ടപ്പോൾ അവർക്ക് ഒരാശ്വാസമുണ്ടായതുപോലെ തന്നെ ഇവിടെ ഇതാ ഫെലിസ്ത്യ പ്രഭുക്കന്മാരും
ഒരു ദീർഘശ്വാസം വിട്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തിനാണ് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രയേലിലേക്ക് ഈ പെട്ടകവുമായിട്ട് ഈ കാളവണ്ടി പോകുന്നിടത്തോളം അവർ പിന്തുടർന്നത്? എന്തിനാണ് അവർ ശ്രദ്ധയോടെ അത് വീക്ഷിച്ചത്? ഇസ്രയേലിലേക്കുള്ള ബേത്ത്ശമേശിലേക്ക് തന്നെ ഈ പെട്ടകവുമായിട്ട് ഈ കാളവണ്ടികൾ പോയിട്ടുണ്ട് എന്ന് അവർക്ക് ഉറപ്പുവരുത്തണമായിരുന്നു. അതിലൂടെ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കരം അവരുടെ പട്ടണങ്ങളെ വിട്ടൊഴിഞ്ഞു എന്നുള്ളതും അവർക്ക് നോക്കിക്കണ്ട് ആശ്വസിക്കണമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ ദുഃഖം തോന്നിയ ഒരു വസ്തുത പറയട്ടെ. ദൈവമക്കൾക്ക് ഇങ്ങനെ ഒരു ചിന്താഗതിയുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അതിന് ഞാൻ അനുതപിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ഭാരം, ആ ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം. ജീവിതത്തിൽ വീഴ്ചകൾ വന്നാൽ, ജീവിതത്തിൽ കുറവുകൾ വന്നാൽ, പാപം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിനെ ലഘുവായി കണ്ട് കണ്ണടച്ചു വിട്ടാൽ ന്യായവിധിയുടെ കരം ജീവിതത്തിൽ നിന്ന് മാറുകയില്ല. ദൈവത്തിൻ്റെ പ്രസാദം അങ്ങനെയുള്ളവർക്ക് ലഭിക്കുകയില്ല. ദൈവം അവരിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് തൻ്റെ ജനത്തിലൂടെ ദൈവം ചെയ്യുകയില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൽ, അങ്ങയുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കുറവുകൾ വന്നാൽ അത് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ ഭാരമായിരുന്നതും മാറി ദൈവം എന്നെ അനുഗ്രഹത്തിൻ്റെ കരം വെച്ച് ആശ്വസിപ്പിക്കുന്നുവെന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നിടത്തോളം അനുതാപത്തോടെ ഒരു തിരിച്ചുവരവിന് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ചോദിക്കട്ടെ, അങ്ങയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കരമാണോ ഉള്ളത്? അങ്ങയുടെ പാപത്തിൻ്റെ പരിഹാരം യേശുക്രിസ്തു ക്രൂശിൽ വരുത്തിയത് അങ്ങ് അംഗീകരിക്കാതെ ഇരുന്നാൽ അങ്ങയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കരമുണ്ട്. ഒരു വലിയ ന്യായവിധി വരാനായിട്ട് പോവുകയാണ്. നിത്യനരകത്തിൽ നിത്യകാലം ചിലവഴിക്കേണ്ടതായിട്ട് വരും. എന്നാൽ യേശുക്രിസ്തുവിലൂടെ സ്വർഗത്തിലെ ദൈവം തരുന്ന ആ രക്ഷ ഏറ്റെടുക്കുവാനായിട്ട് കഴിഞ്ഞാൽ, ജീവിതത്തിൽ പാപിയാണെന്ന് സമ്മതിച്ച് കർത്താവിൻ്റെ അടുക്കലേക്ക് തിരികെ വരുവാനായിട്ട് കഴിഞ്ഞാൽ, ജീവിതത്തിൽ യേശുവിനെ രക്ഷിതാവും കർത്താവും ദൈവവുമായിട്ട് സ്വീകരിച്ചാൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരും. എത്ര പേർക്ക് ഇത് ഏറ്റെടുക്കാനായിട്ട് സാധിക്കും? എത്ര പേർക്ക് ജീവിതത്തെ പരിശോധിക്കാനായിട്ട് സാധിക്കും? അതിനായിട്ട് കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.